കണ്ണൂരേക്ക് പോകുന്നു. അവിടെ കല്യാട് എന്നൊരു ഗ്രാമം. ഒരു വീട്ടിൽ നടന്ന കവർച്ചയുടെ അന്വേഷണം ചെന്നെത്തിയത് കർണാടകയിൽ നടന്ന കൊടും ക്രൂരമായൊരു കൊലപാതകത്തിലേക്കാണ്. അത് ബാക്കിയാക്കുന്നത് ഒരുപാട് ദുരൂഹതകളും. കല്യാട് സ്വദേശി സുമതയുടെ വീട്ടിൽ നിന്ന് മരുമകൾ ദർശിത മോഷ്ടിച്ച സ്വർണം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ദർശിതയെ കർണാടകയിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ അന്വേഷണവും സങ്കീർണമായി. ഓഗസ്റ്റ് 22-നാണ് കണ്ണൂർ കല്യാട്ടെ സുമതയുടെ വീട്ടിൽ നിന്നും 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയത്. അന്നേ ദിവസം തന്നെ സുമതയുടെ മകന്റെ ഭാര്യ ദർശിത കർണാടക ഹുൻസൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അത് ആദ്യഘട്ടത്തിൽ തന്നെ ചില സംശയങ്ങൾക്ക് വഴിവെച്ചു. ദർശിതയെ പോലീസ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് സംശയം കൂടുതൽ ബലപ്പെടുത്തി. പിന്നീട് ദർശിതയെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഇരിട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ കർണാടകയിലേക്ക് തിരിച്ചു. കർണാടക പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തുന്നതിനിടെയാണ് സാലി ഗ്രാമത്തിലെ ഒരു ലോഡ്ജിൽ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതും അതിക്രൂരമായ കൊലപാതകം. സ്ഫോടക വസ്തു വായിൽ തിരികെ അത് പൊട്ടിത്തെറിപ്പിച്ചാണ് ദർശിതയെ കൊലപ്പെടുത്തിയത്. ദർശിതയുടെ കൊലപാതകത്തിൽ ആൺസുഹൃത്തായ കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. ദർശിത ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പണത്തിൽ നിന്ന് 2 ലക്ഷം രൂപ സിദ്ധരാജുവിനാണ് കൈമാറിയത്. ബാക്കി പണവും സ്വർണവും നൽകാത്തതിനെ തുടർന്നാണ് ദർശിതയെ കൊലപ്പെടുത്തിയതെന്ന് സിദ്ധരാജു പോലീസിനോട് സമ്മതിച്ചു. ആൺസുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ദർശിത പണവും സ്വർണവും കവർന്നതെന്ന് പോലീസിന് ബോധ്യമായി. പിന്നെ എന്തുകൊണ്ടാണ് അത് പൂർണ്ണമായും സിദ്ധരാജുവിന് ദർശിത കൊടുക്കാതിരുന്നത്? ബാക്കിയുള്ള പണവും സ്വർണവും ദർശിത എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി പിന്നീട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അന്വേഷണത്തിനൊടുവിൽ കർണാടക ഹാസൻ സ്വദേശിയായ മന്ത്രവാദി മഞ്ജുനാഥിലേക്ക് പോലീസ് എത്തി. കവർച്ച നടന്ന ദിവസം ഉച്ചയ്ക്ക് കർണാടകയിലെ ബിലിക്കരയിലെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ദർശിത മഞ്ജുനാഥിന് ഒരു പൊതി കൈമാറുന്ന നിർണായക CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്ന് മഞ്ജുനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ദർശിതയുടെ വീട്ടിലെ പ്രേതബാധ ഒഴിപ്പിക്കുന്നതിനായി 2 ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്നാണ് മഞ്ജുനാഥിന്റെ മൊഴി. മഞ്ജുനാഥ് പറഞ്ഞതൊന്നും പോലീസ് വിശ്വസിച്ചില്ല. ആൺസുഹൃത്തിന് കൈമാറിയ 2 ലക്ഷം രൂപ കഴിച്ച് ബാക്കി പണവും സ്വർണവും മഞ്ജുനാഥിന് ദർശിത നൽകിയെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. പണം കണ്ടെത്തിയെങ്കിലും സ്വർണം കണ്ടെത്താൻ സാധിക്കാത്തത് അന്വേഷണത്തിൽ ഇപ്പോഴും പ്രതിസന്ധിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.